നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ജീവവചനത്തിലേക്ക് സ്വാഗതം. മനുഷ്യവർഗം പലതരത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോകാറുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, അതുകൂടാതെ തന്നെ ഭൂമികുലുക്കം, ഉരുൾപൊട്ടലുകൾ, അഗ്നിബാധ, അങ്ങനെ പലതരത്തിലുള്ള തകർച്ചകൾ മനുഷ്യരാശിക്ക് ഉണ്ടാകാറുണ്ട്. ആഗോള സാമ്പത്തിക തകർച്ചയും അത്തരത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന തകർച്ചകളിൽ ഒന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള തകർച്ചകളിലൂടെ പോകുമ്പോൾ മനുഷ്യരാശി സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ആര് നമ്മെ സഹായത്തിനെത്തും? അതിന് മറുപടിയാണ് സങ്കീർത്തനം 121:2 പറയുന്നത്: ആര് നമ്മുടെ സഹായത്തിനെത്തും? ആർക്ക് നമ്മെ സഹായിപ്പാൻ കഴിയും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. വചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് സംതൃപ്തിയാകുമോ? മനുഷ്യനായി അവതരിപ്പിച്ച ദൈവപുത്രൻ, വചനം മാംസമായ യേശു കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ള എല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28. അവിടുന്ന് എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത്? യേശുവിനൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു: നീ ക്രിസ്തുവല്ലേ? നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ലൂക്കോസ് 23:39. യേശു അവനെ രക്ഷിച്ചു. അതിനോട് ചേർന്ന് മറ്റൊരു കള്ളനും കുരിശിൽ കിടന്നുകൊണ്ട് യേശു മെശിഹായോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. അതിന് മറുപടിയായി കർത്താവ് ഇപ്രകാരം പറഞ്ഞു: സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഈ രണ്ട് കള്ളന്മാരുടെയും കുരിശുകൾ കർത്താവിൻ്റെ കുരിശിനോട് തുല്യ ദൂരത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ആരാണ് കർത്താവിനെ മനസ്സിലാക്കി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിച്ചത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകണം. ഏത് രൂപത്തിലാണ് അവിടുത്തെ സഹായം നമുക്ക് ലഭിക്കുന്നത്? ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് വഴി നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കും. അതോടൊപ്പം തന്നെ യേശുമശിഹ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യോഹന്നാൻ 14:15-17 വരെ: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിപ്പാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സദാകാലവും നമ്മോടുകൂടെ ആയിരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ നമ്മളുടെ കാര്യങ്ങളെയും പ്രശ്നങ്ങളെയും ആത്മാവിന് നമുക്ക് സമർപ്പിക്കാം. ഉൽപ്പത്തി 1-ാം നാം വായിക്കുന്നത് പോലെ ദൈവാരൂപി വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഭൂമുഖത്ത് ജീവജാലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതിനാൽ പരിശുദ്ധാത്മാവ് ശക്തനായ സഹായകനാണ്. നമുക്ക് അവിടുത്തെ സഹായം ലഭിക്കും എന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നാം പോകുമ്പോഴും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മുടെ ചുറ്റുമുണ്ടെന്ന പൂർണ്ണ ബോധ്യം നമ്മിലുണ്ടാകുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ കൂടെ നടക്കുന്ന, എൻ്റെ പ്രതിസന്ധികളിൽ എന്നെ സഹായിക്കുന്ന ആ ദൈവിക സ്നേഹം തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകാറുണ്ട്. നമ്മുടെ ഏത് പ്രതിസന്ധികളിലും നമ്മെ സഹായിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് ഒപ്പം ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിരുനാമം മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്.